പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ പാടി ആരാധിപ്പാൻ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ദൈവം ആയുസ്സും ആരോഗ്യവും തന്നു, അതുകൊണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്നത്. ഭാരങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ നമ്മളെ പോറ്റിക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ. ആ ദൈവത്തെ മറന്ന് നമ്മൾ ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ സാധിക്കത്തില്ല. ഭാരം വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നെ നിങ്ങളെ താങ്ങുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നമ്മളെ താങ്ങി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആ ദൈവത്തെ മകൾക്ക് നേരെ ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Jesus.
കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവത്തെ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. അങ്ങനെ സന്തോഷമുള്ള ദിവസം എഴുന്നേറ്റാണ് നമ്മൾ ഒരു പാട്ടുകൂടെ പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ശേഷിൽ നിന്നും നമ്മളെ വീണ്ടെടുത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ആരാധിപ്പാനാണ് ഞാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആരാധിച്ചാൽ വിടുതലുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആരാധിച്ചാൽ സൗഖ്യമുണ്ട്. ആരുടെ ഹൃദയത്തിൽ വേദനയാലും ഭാരത്താലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവത്തെ കണ്ട് മനസ്സറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആരോടും പറയാതെ നിങ്ങളുടെ ഉള്ളിലെ വേദനകൾ അറിയുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ആ ദൈവത്തെ പാടി ആരാധിപ്പാൻ ഒരു സന്തോഷമുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അടിച്ചാണ്.
വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കും മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. നന്ദിയാൽ നിറയുന്നു എന്നും തരംഗം മനമേ നടത്തിയ വിധങ്ങളെ. നന്ദിയാൽ നിറയുന്ന എത്ര പേരുണ്ട് ഈ രാത്രികാലം? ഈ മരുഭൂമിയിൽ ആരും സഹായിപ്പാനില്ലെന്ന് വന്നപ്പോൾ, പലർക്കും മുമ്പേ ഞാൻ നിങ്ങൾ കൈ നീട്ടിയപ്പോൾ സ്വർഗത്തിൽ ഒരു കൈ ഇറങ്ങി എന്നെ നിങ്ങൾ വിടുവിച്ച ഒരു ദൈവമുണ്ട് പ്രിയരെ. ആ ദൈവത്തെ എങ്ങനെ ആരാധിക്കാതിരിക്കും? ആ ദൈവത്തെ എങ്ങനെ മൗനമായിട്ടിരിക്കാതിരിക്കാൻ പറ്റും പ്രിയരെ? ഓ അത്ഭുതകരമായി എന്നെ നിങ്ങൾ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദി കരയറ്റാതിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ട് ഉറങ്ങിയ എത്ര ദിനരാത്രങ്ങൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആരും കാണാതെ പൊട്ടിക്കരഞ്ഞപ്പോൾ, ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, എന്റെ നിങ്ങളുടെ വിഷയത്തിന്റെ അത്ഭുതം പ്രവർത്തിച്ച ഒരു ദൈവത്തെ ആരാധിക്കാൻ മറന്നുപോകരുത്. ഹല്ലേലൂയ. ആ ദൈവത്തോടുള്ള നന്ദി കേൾക്കാം. ഓ ഹല്ലേലൂയ. ആരും സഹായിക്കാനില്ലെന്നു വന്നപ്പോൾ കൈ നീട്ടി നിന്നു ഞാൻ പലർക്കും മുൻപിൽ. ആരും സഹായിക്കാനില്ലെന്നു വന്നപ്പോൾ കൈ നീട്ടി നിന്നു ഞാൻ പലർക്കും മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. നന്ദിയാൽ നിറയുന്നു എന്നും തരംഗം മരമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നും തരംഗം മരമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ശാന്തമായ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാൽ എല്ലാ കാര്യങ്ങളും നെഞ്ചോത്തോട് ദൈവത്തോട് സംസാരിക്കും. ദൈവത്തോട് പറ, ദൈവമേ എന്റെ വീഴ്ചകൾ ക്ഷമിക്കണം, എന്റെ കുറവുകൾ ക്ഷമിക്കണം, എന്റെ ബലഹീനത ഓർക്കണം. അങ്ങനോട് മനസ്സറിയുന്നത്, അങ്ങനോട് കരുണ തോന്നണമേ. ഈ സന്ധ്യയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു ഒരു നിമിഷം ദൈവത്തിലായിരിക്കാം.
അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരവസരമുടെ ദൈവം നമുക്ക് ദാനമായി തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി കരുണയ്ക്കായി സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായി കർത്താവിന്റെ തിരുവചനത്തിലേക്ക് അടുത്തു വരാം. അതിനാധാരമായി മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കാം. മലാക്കി ചാപ്റ്റർ 3:16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവചനത്തിനായ സ്തോത്രം. അങ്ങനെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം അതേ ആത്മാവിൽ സംസാരിപ്പാൻ എനിക്ക് കൃപ നൽകണം. അങ്ങയുടെ ജനത്തോട് കരുണ തോന്നണം. ഈ വചനത്തോട് വിടുതലെന്ന് നൽകണം. അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിന് പിതാവേ, ആമേൻ. മലാക്കിയുടെ പ്രവചനം, ആമേൻ. പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ് മലാക്കിയുടെ പ്രവചനം. സ്തോത്രം. പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവജനത്തിന്റെ മടങ്ങി വരവിനായി ആമേൻ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന്റെ ജനം ദൈവത്തിൽ നടന്നു പോയപ്പോൾ അവർ മടങ്ങി വരണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ദൈവം നിറവേറ്റിയത് തന്റെ പ്രവാചകന്മാരിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിപ്പാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവസഭയ്ക്ക് വേണ്ട ആലോചന, ദൈവജനത്തിന്റെ വേണ്ട ആലോചന, കർത്താവിന്റെ വരവിനെ കുറിച്ച്, യേശു ക്രിസ്തുവിന്റെ രക്ഷയെ കുറിച്ച്, യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ചൊക്കെയും ഈ പ്രവചനങ്ങളിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ചും അവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നെങ്കിൽ ദൈവസ്ഥലിലേക്ക് അടുക്കുക, ദൈവസ്ഥലിലേക്ക് അടുത്തു വരിക എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം ഇന്ന് രാത്രി നമ്മുടെ സഭയ്ക്കകത്ത് ദിനത്തിന്റെ നടുവിൽ നിറവേറുവാൻ ഇടയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ദൈവജനം ദൈവസ്ഥലായിരിക്കണം. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് അന്ന് തമ്മിൽ സംസാരിച്ചത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടെങ്കിൽ ഇന്നും തമ്മിൽ സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് ആര് കേൾക്കും? ദൈവം കേൾക്കും. സന്തോഷമുണ്ടോ? യഹോവ ഭക്തന്മാർ ഒരുമിച്ച് കൂടുമ്പോ അവരുടെ സംസാരം എന്തായിരിക്കണം?
ആത്മീകമായിരിക്കണം. അവൻ ആത്മീക വർധനവ് വരുത്തുന്നതായിരിക്കണം നിങ്ങൾ സംസാരിക്കണമെന്നത് പൗലോസ് തന്റെ ലേഖനത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സംസാരം ഭക്തന്മാർ തമ്മിൽ കാണുമ്പോ, ഭക്തന്മാർ തമ്മിൽ ടെലിഫോൺ ചെയ്യുമ്പോ ടെലിഫോണിലുള്ള സംസാരിക്കും, അവൻ നേരിൽ കാണുമ്പോഴുള്ള സംസാരം എന്തുമായിക്കൊള്ളട്ടെ, സഭയിൽ വന്നു കഴിയുമ്പോഴുള്ള സംസാരം എന്തുമായിക്കോട്ടെ, ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നാം ആരാധിക്കും. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ. ആമേൻ. 5-ാം വാക്യം മുതൽ ആ വായിക്കുമ്പോ 3-5 വായിക്കുമ്പോ ഇങ്ങനെ ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ശുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർ എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്രസാക്ഷിയായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യും. യഹോവയായ ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞ് പോകാതിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് സ്വതം. അപ്പൊ സംസാരം എന്തോ? അവൻ ദൈവത്തോടടുക്കാൻ ദൈവത്തിന്റെ ആലോചന കൊടുത്തപ്പോ അതിന് വിരോധമായി സംസാരിക്കുക. ദൈവത്തോടടുക്കണമെന്നും ദൈവം എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്നും ദൈവത്തിന്റെ ന്യായവിധി എന്താണെന്നും ദൈവത്തിന്റെ ന്യായവിധി ആർക്കാണെന്നും അവൻ എന്ന് വ്യക്തമായി ദൈവത്തിന്റെ ആലോചന അറിയിച്ചിട്ടും അത് കേട്ടിട്ട് മടങ്ങി വരാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം. ഇത് കേട്ടിട്ട് പരസ്പരം ചോദിക്കുക, അവൻ നന്ദിയോടെ സ്തോത്രം, ഞങ്ങൾ ഏതിലാ മടങ്ങി വരേണ്ടത്? അവൻ തമ്മിൽ കാണുമ്പോ അവൻ ചോദിക്കുക, അവൻ നമുക്ക് എന്നാ കുഴപ്പം? സ്തോത്രം. ആരാധനയുണ്ട്, കൂട്ടായ്മയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, സഭയുടെ പ്രവർത്തനമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന അന്നത്തെ ജനത്തോടും ഇന്നത്തെ ജനത്തോടും ദൈവം അവരുടെ വാക്ക് കേട്ട് ശ്രദ്ധയോടെ കേട്ടിട്ട് ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, നീ മടങ്ങി വാ. സ്തോത്രം. മടങ്ങി വരേണ്ടിടത്ത് മടങ്ങി വന്നോണം. എന്നോട് ഉൾപ്പെടെ പരിശുദ്ധാത്മാവ് പറയും, എന്റെ വ്യക്തിപരമായ ജീവിതം, എന്റെ രഹസ്യ ജീവിതം, നിന്റെ വ്യക്തിപരമായ ജീവിതം, നിന്റെ രഹസ്യ ജീവിതം അറിയുന്നവർ സ്വർഗം മാത്രമാ. ആ സ്വർഗം ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ഇന്ന് രാത്രി വിളിച്ചു പറയുന്ന ഒരു കാര്യം, നീ ഉള്ളം കൊണ്ട് ദൈവസ്ഥയിൽ മടങ്ങി വരണം. സ്തോത്രം. പുറമെയുള്ളതല്ല ദൈവത്തിന് വേണ്ടതോ, നിന്റെ അകമേ ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയാ? സ്തോത്രം. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ ഉള്ളമുണ്ട്, നീ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? സ്തോത്രം. സ്തോത്രം. ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം. വ്യക്തിപരമായ ബന്ധം എങ്ങനെയാ? സ്തോത്രം. ഒരുമിച്ച് കൂട്ടായ്മയുണ്ട്, അവിടെ കടന്നു വരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ആരാധന കഴിഞ്ഞ് കൂട്ടായ്മ കഴിഞ്ഞ് നീ ഭവനത്തിൽ ചെല്ലുമ്പോ, നീ ജോലി സ്ഥലത്തായിരിക്കുമ്പോ, നീ യാത്രയിലായിരിക്കുമ്പോ നിന്റെ വ്യക്തിപരമായ ബന്ധം ദൈവത്തോട് എങ്ങനെയാ? ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, അങ്ങനെ വ്യക്തിപരമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ ഒരു ഭക്തനെ കാണുമ്പോ, ഒരു കൂട്ടുവിശ്വാസിയെ കാണുമ്പോ എന്താ സംസാരിക്കുന്നതോ? ഒരു കൂട്ടുവിശ്വാസി ദൈവത്തിന് വിരുദ്ധമായോ ദൈവത്തിന് വചനത്തിന് വിരുദ്ധമായി സംസാരിക്കുമ്പോ അവനെ നേരെയാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സ്വോത്രം. ഒരുവൻ നേരെയായ കൂടെ ഉള്ളവർ നേരെയാവും. സ്വോത്രം. സന്തോഷമുള്ള ദൈവം ഇന്ന് രാത്രി ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കേട്ടവിടെ പറഞ്ഞിരിക്കുന്ന എന്തുവാ? യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. നമുക്ക് പറയാനുള്ള ഒരു പുസ്തകം എന്തുവാ? ജീവന്റെ പുസ്തകം. ആമേൻ. സ്തോത്രം.
അതാണല്ലോ എപ്പോഴും നമ്മൾ പറയാറ്. അവിടെ തന്നെ ഒന്ന് ചിന്തിക്കാൻ പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ടോ. ആമേ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം വായിച്ച് റെവലേഷൻ ചാപ്റ്റർ 20:12. സ്വന്തം വെളിപ്പാട് പുസ്തകം 20:12. അതിന്റെ മുമ്പിലത്തെ വാക്യം കൊണ്ട് വായിച്ചു. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ കണ്ടു. സന്തോഷമുള്ള ദൈവമേ, ഇതുവരെ സംഭവിച്ചത് ഇതിനകത്തുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി സംഭവിക്കാനുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുവരെ സംഭവിച്ചത് നടന്നെങ്കിൽ ഇപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ച പോലെ നടക്കുന്നെങ്കിൽ ഇനി മുമ്പോട്ടുള്ള കാര്യം എഴുതി വെച്ചത് അതുപോലെ തന്നെ നടക്കും. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അത് സംഭവിക്കേണ്ടതല്ല, സംഭവിച്ചിരിക്കും. വലിയൊരു വെള്ള സിംഹാസനം ഒരുങ്ങും. സ്വന്തം വലിയൊരു വെള്ള സിംഹാസനം, അതിലൊരുത്തൻ ഒരുത്തൻ ഇരിക്കും. രാജാതി രാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ ആരാധ്യ പുരുഷനായ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം, തന്റെ പുത്രൻ, അവൻ പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം ആ സിംഹാസനത്തിൽ ഇരിക്കും. യേശു ക്രിസ്തു ആ സിംഹാസനത്തിൽ ഇരിക്കും. അവൻ ഇരിക്കുന്നത് കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും അവയെ പിന്നെ കേട്ടോ. സ്വതന്ത്രം ആമേ കർത്താവിന്റെ മുമ്പിൽ നിന്ന് ആമേ ആകാശവും ഭൂമിയും ഓടിപ്പോകും. മുമ്പിൽ നിൽക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ ആരാ? മരിച്ചവർ. ആമേ സ്വതന്ത്രം ആബാലവൃദ്ധം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ആമേ മറ്റു പലതും മറ്റെല്ലാം ആമേ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകും. പക്ഷേ അതിന്റെ ആമേ ആ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടവർ ഒരു കൂട്ടര. അത് ദൈവം സൃഷ്ടിച്ച ആണും പെണ്ണുമായി ആമേ സൃഷ്ടിച്ച സകലതും ആ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നേ ഒക്കത്തുള്ളൂ. ഒരു വ്യത്യാസവുമില്ല. മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി അവൻ വളർന്ന്, അവൻ മനുഷ്യനായി മരിച്ച്, അവൻ അടക്കപ്പെട്ട സകല എണ്ണവും അതവിടെ എഴുതി വെച്ചിരിക്കുന്നു. മരിച്ചവർ ആബാലവൃദ്ധം, സകല നേതാക്കന്മാരും, സകല രാജാക്കന്മാരും, സകല വ്യക്തികളും ഒരുപോലെ ആ സിംഹാസനത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേ ഒക്കത്തുള്ളൂ. സ്വത്രം അവിടെ ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകങ്ങൾ തുറന്നു. അവിടെ എന്താണ് പുസ്തകങ്ങൾ? അങ്ങനല്ലേ, പുസ്തകം തുറന്നെന്നാണോ? പുസ്തകങ്ങൾ. അപ്പൊ അവിടെ എന്തുണ്ട്? സ്മരണയുടെ പുസ്തകമുണ്ട്. ഭക്തന്മാർക്ക് വേണ്ടി, തന്റെ സന്നിധിയിൽ നേരോടെ നിന്നവർക്ക് വേണ്ടി, വിശ്വസ്തയോടെ നിന്നവർക്ക് വേണ്ടി, തന്റെ ആജ്ഞകൾ, നേരുള്ള ആജ്ഞകൾ അനുസരിച്ചുകൊണ്ട് ദൈവസനി നിന്നവർക്ക് വേണ്ടി, അവരെ സ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ആ പുസ്തകത്തിൽ എഴുതി വെച്ച ആ പുസ്തകങ്ങളുടെ എണ്ണത്തിൽ സ്മരണയുടെ പുസ്തകമുണ്ട്. ആ സ്മരണയുടെ പുസ്തകത്തിൽ എന്തെങ്കിലും കർത്താവ് എഴുതി ചേർക്കണമെങ്കിൽ ഭക്തന്മാർ സ്വാമി സംസാരിക്കുന്നത് പോലും ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ വിശ്വസ്തയോടെ നിൽക്കണം. കർത്താവ് വലിയവനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ദൈവസന്നിധി നിൽക്കണം. കർത്താവിനെ സ്മരിക്കാൻ എന്തെങ്കിലും വേണം, വേണ്ടേ? സഭയ്ക്ക് വേണ്ടി നീ നിൽക്കുന്നത് കർത്താവ് സ്മരിക്കുക. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീ ചെയ്യുന്നത് കർത്താവ് സ്മരിക്കുക. അവൻ ആരെങ്കിലും വെല്ലോ പറഞ്ഞെന്ന് പറഞ്ഞ് സഭയുടെ കാര്യത്തിന് മാറി നിൽക്കാതെ, ദൈവവചനത്തിന് മാറി നിൽക്കാതെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിൽക്കേണ്ടവൻ, ആ വേലയെ സപ്പോർട്ട് ചെയ്യേണ്ടവൻ, അതിൽ നിന്ന് മാറി നിൽക്കാതെ അവൻ ദൈവസ്ഥനെ നിൽക്കാതെ അവൻ മുൻപോട്ട് പോയാ കർത്താവിന് സ്മരിക്കാൻ കാണത്തില്ല. അവൻ സ്മരിക്കണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കണം.
കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. കർത്താവിനെ പാടി സ്തുതിക്കാൻ ദൈവം നിനക്ക് താലന്ത് തന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോ കർത്താവിനെ ആരാധിക്കുക. ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോ നിന്റെ ശരീരം കൊണ്ടോ നിന്റെ മനസ്സുകൊണ്ടോ നിന്റെ സമയം കൊണ്ടോ കർത്താവിന് വേണ്ടി നീ പ്രയോജനപ്പെടുമ്പോ ആര് സ്മരിക്കുക? ആര് സ്മരിക്കുക? നമ്മള് ആര് സ്മരിക്കണമെന്ന് വിചാരിക്കും. നേതാക്കന്മാർ സ്മരിച്ചാൽ അല്ലേ? ലോകപരമായുള്ള സ്മരണയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്വതന്ത്രം സ്വതന്ത്രം അതിന്റെ പുറകെ പോയാൽ കർത്താവ് നിന്നെ സ്മരിക്കത്തില്ല. മടങ്ങി വാങ്ങുന്നില്ല. എന്നെ സ്മരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധി സ്മരണയുടെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകത്തിൽ ഞാൻ എന്നെ സ്മരിക്കുന്ന കാര്യം അവിടെ എഴുതി വെക്കുമ്പോ അവിടെ ചെന്ന് ആബാലവൃത്തം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ആമേൻ. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ ശ്രദ്ധിച്ചോ? പുസ്തകങ്ങളിൽ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം സ്മരണയുടെ പുസ്തകത്തിനകത്ത് കർത്താവ് സ്മരിച്ചുകൊണ്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രതിഫലമുള്ളത് കേട്ടോ. പ്രസ്ഥാനത്തിന്റെ ബുക്കിനകത്ത് എന്തെങ്കിലും സ്മരിച്ചെഴുതി സ്മരണയുടെ ആ പുസ്തകങ്ങൾ ഒത്തിരിയുണ്ട്. അതിനകത്ത് എഴുതിയോണ്ട് ഒരു പ്രയോജനവുമില്ല. സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന ദൈവവേദന കർത്താവ് സ്മരിക്കത്തക്ക നിലയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ ആ സ്മരണയുടെ പുസ്തകത്തിൽ കർത്താവിന് എഴുതാനൊക്കത്തുള്ളൂ. കർത്താവ് നീതിയുള്ള ദൈവമാ, അവൻ നേരുള്ള ദൈവമാ, അവന് വേണ്ടാത്തൊന്നും എഴുതാനൊക്കത്തില്ല. ഇവിടെയൊക്കെ ആരെങ്കിലും പിടിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി സ്വതന്ത്രം. പക്ഷെ കർത്താവിന്റെ സന്നിധി നടക്കത്തില്ല. എന്റെ വ്യക്തിപരമായ കർത്താവിനോടുള്ള ബന്ധത്തിൽ എന്നെ സ്മരിക്കാൻ ഞാൻ കർത്താവിന്റെ സന്നിധി എന്തെങ്കിലും ചെയ്യണം. അതിന് കഴിയുന്നുണ്ടോ? രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുക. സ്വാമി പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത നമ്മൾ വിചാരിക്കും ജീവന്റെ പുസ്തകം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ട്, ഇനി ഒരു കുഴപ്പമില്ല. സ്വതന്ത്രം. പ്രതിഫലം വേണം. സന്തോഷമുണ്ടോ? ആ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് ഈ കാണുന്ന ആകാശവും നാം നിൽക്കുന്ന ഭൂമിയും ഓടിപ്പോകും. അവിടെ നിൽക്കാനുള്ള ഭാഗ്യം, അവിടെ പ്രതിഫലം മേടിക്കാനുള്ള ഭാഗ്യം ദൈവത്തിന്റെ പൈതല്. ദൈവം സ്മരിക്കുന്നവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. മടങ്ങി വന്നവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. സ്നാനപ്പെട്ടവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് കഴിയത്തുള്ളൂ. ആ പുസ്തകങ്ങൾ ദൈവത്തിന്റെ പുസ്തകങ്ങളിൽ എഴുതണം. അവിടെ പ്രതിഫലമുണ്ട് കേട്ടോ. ഇവിടെ പ്രതിഫലമില്ലേലും അവിടെ പ്രതിഫലമുണ്ടെന്ന് ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വെളിപ്പാട് 15:4. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെ മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്നു തിരുസന്നിധിയിൽ നമസ്കരിക്കും കേട്ടോ. ഇന്ന് രാത്രി ഭാവ സന്തോഷമുണ്ടോ? ആമേ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെ മഹത്വപ്പെടുത്താതെ ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്നു തിരുസന്നിധിയിൽ സകല ജാതികളും വന്നു നമസ്കരിക്കുന്ന ഏക നാമമുണ്ടെങ്കിൽ അത് കർത്താവിന്റെ നാമം മാത്രമാ. നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ നാമം മാത്രമാ. ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ആ പുസ്തകത്തിൽ അവയെ ദൈവത്തിന്റെ സന്നിധിയിൽ അവയെ ആ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവികമാണെങ്കിൽ ആത്മീകമാണെങ്കിൽ കർത്താവ് സ്മരണ പുസ്തകത്തിൽ എഴുതി വെക്കും. ആ പ്രതിഫലം മേടിക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്കും അവയെ പ്രതിഫലം ലഭിപ്പാൻ ഇടയായി തീരും. അപ്രത്യാശ ഇന്ന് രാത്രിയുണ്ടോ? അപ്രത്യാശ ഇന്ന് രാത്രിയുണ്ടോ? അവൻ സങ്കീർത്തനം 4:56-8 വായിച്ചപ്പെട്ടത്. നീ എന്റെ ഉടച്ചകളെ എഴുതുന്നു,
എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിൽ കേട്ടോ. നീ ഒഴുക്കുന്ന ദൈവസന്നിധിയിൽ നീ ഒഴുക്കുന്ന കണ്ണുനീർ ആരുടെ തുരുത്തിയിലുണ്ട്? ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. ആ പുസ്തകത്തിൽ അത് എഴുതി വെക്കുമെന്ന് എത്രത്തോളം സഭയ്ക്ക് വേണ്ടി ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ദൈവജനത്തിന്റെ വിടുതലിന് വേണ്ടി കേട്ടോ. ഞാൻ പറയുന്നത് വാക്കുകൾ ആത്മാർത്ഥമായി ദൈവസഭ ചിന്തിക്കണം. സഭയ്ക്ക് വേണ്ടി, ദൈവസഭയുടെ വിടുതലിന് വേണ്ടി, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്കായി സന്തോഷമുണ്ടോ? അല്ല, എന്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസഭ കരയുന്ന കാര്യമല്ല. ഒരു കാര്യമില്ല. എന്റെ കാര്യം എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം. സഭയ്ക്ക് വേണ്ടി കണ്ണുനീരൊടുക്കാം. കർത്താവിന്റെ വേണ്ടി കഷ്ടതയിൽ ദൈവദാസന്മാർക്ക് കണ്ണുനീരൊടുക്കാം. ജയിലിൽ കഴിയുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി കണ്ണുനീരൊടുക്കാം. പീഡനം സഹിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി കണ്ണുനീരൊടുക്കാം. കണ്ണുനീര് ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. എന്റെ കുടുംബത്തെ ദൈവം വിടുവിക്കും. എന്റെ തലമുറ ദൈവം വിടുവിക്കും. ഇന്ന് രാത്രി ചോദിക്കട്ടെ, പറയാൻ ഒത്തിരി ഉണ്ടല്ലോ. എത്രത്തോളം കർത്താവിന് വേലയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് കഴിയുന്നുണ്ട്. ക്ലാസ് 1 ഒക്കെ അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അന്ന് ചെയ്തൊക്കെ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ അന്ത്യം വരെ കർത്താവിന്റെ പുസ്തകത്തിൽ നാം ചെയ്യുന്ന പ്രവർത്തികൾ എഴുതി വെക്കുക. ദൈവം സ്മരണയുടെ പുസ്തകമുണ്ട്. കണ്ണുനീർ ഒഴുക്കുമ്പോ കണ്ണുനീരോടെ ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ ഉണ്ടാകുന്ന പുസ്തകങ്ങൾ തുറന്നപ്പോ എല്ലാ പുസ്തകവും തുറക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ ചെന്ന് നിൽക്കുമ്പോ ആ പുസ്തകത്തിൽ എഴുതി വെച്ചവണ്ണമുള്ള എഴുതി വെച്ചോ കത്തവണ്ണമുള്ള പ്രതിഫലമോ എനിക്ക് ലഭിക്കുന്നത്. അവിടെ എനിക്ക് വേണ്ടി അപേക്ഷിപ്പാൻ ആരുമില്ല. സന്തോഷമുണ്ടോ? ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദിവസമായിരിക്കാം. യുവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.